200 rupees, madam. I will help you to make one pot. ഹായ്, നമുക്കൊരു ചിക്കു ഷേക്ക് കുടിച്ച് ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ടുഡേ ഐ എം ഫൈനലി ടിക്കിങ് സംതിങ് ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ് ഗൈസ്. യെസ്, നമ്മളിന്ന് ചട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ആൻഡ് വി ആർ ഹിയർ പോട്ടറി ടൗൺ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് പോട്ടറി ഷോപ്പിലെല്ലാം കയറി ഇറങ്ങി പോട്ടറി വർക്ക്ഷോപ്പിനെ കുറിച്ച് ചോദിച്ചു. പക്ഷെ അവിടെ ആരും അവൈലബിൾ ആയിരുന്നില്ല. ഫൈനലി വി ഫൗണ്ട് സമ്മൺ ഗൈസ്. അങ്ങനെ അയാളോട് അച്ചു കന്നഡയിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കന്നഡയുടെ പവർ കൊണ്ടാണോ എന്നറിയില്ല ഗൈസ്, അയാളുടെ റിപ്ലൈ ഫുൾ ഇംഗ്ലീഷിലായിരുന്നു. അങ്ങനെ എന്ത് വന്നാലും ചട്ടി ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ പറഞ്ഞ് അച്ചു കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇവളുടെ ഇരിപ്പും ആറ്റിറ്റ്യൂഡും കണ്ടാൽ തോന്നും ഇവളാണ് ഈ മണ്ണ് കുഴച്ച് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ചട്ടി ഉണ്ടാക്കി അച്ഛന് ലാസ്റ്റ് കിട്ടിയത് ഒരു കോളാമ്പിയാണ് ഗൈസ്. അങ്ങനെ അച്ഛനെ ട്രോളി ഞാൻ കളത്തിനകത്ത് കയറിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഞാൻ പിടിക്കുന്നിടത്തല്ല കല നിൽക്കണത് എന്ന്. അങ്ങനെ എൻ്റെ മൽപ്പിടുത്തത്തിന് ശേഷം ഫൈനലി ഞാനൊരു ചട്ടി ഉണ്ടാക്കി ഗൈസ്. അച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത് രേഷുവിന്റെ, ഇതെന്റെ. ഞങ്ങളുടെ ചട്ടിയുടെ സൗന്ദര്യം കൊണ്ടാണോ അതോ 200 രൂപ കൊടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, പോരാ നേരം അയാൾ ഞങ്ങൾക്കിത് വൃത്തിയായി പൊതിഞ്ഞു തന്നു ഗൈസ്. വെറുതെ പറഞ്ഞതാണ്. ഒരു 200 രൂപ കൊടുത്താൽ നിങ്ങൾ അവിടെ ചെന്ന് എന്തുണ്ടാക്കിയാലും നമുക്ക് പോരാ നേരത്ത് അത് കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്.